ഹലോ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടല സാധിക്കും. അപ്പം ഞാൻ കളിക്കാമെന്ന് ഗെയിം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും ഇംഗ്ലീഷിൻ്റെ പേര്. നമ്മൾ കുറേ ദിവസം കൂടെയാണ് പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സൊക്കെ ഉള്ളതാണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു പുതിയ സബ്സ്ക്രൈബറും കാര്യമൊക്കെ നമുക്ക് കൊണ്ടുണ്ട്. ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തതിന്. ഓക്കെ ഫൈനലി നമുക്ക് ഒരു പുതിയ ഗെയിമായിട്ടുണ്ട്. ഒരു ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ വിചാരം. എന്നാലും ഗെയിമിൻ്റെ പേരിനൊന്ന് ഞാൻ പറയട്ടെ. ഗെയിമിൻ്റെ പേര് വന്നിട്ട് പ്രൊജക്റ്റ് ബ്ലഡ് സ്ട്രൈക്ക് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഞാൻ വന്നിട്ട് അത്യാവശ്യം നല്ല കളിയാണുണ്ട്. അത്യാവശ്യം വലിയതായിട്ടൊന്ന് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ നമ്മുടെ ഫ്രീ ഫയർ നിങ്ങൾ കളിച്ചത് അത് ഞാനും കളിച്ചിട്ടുണ്ട്. ആ ഗെയിം പോലത്തെ അല്ല ഇത് കുറച്ച് വേറൊരു കൺട്രോൾസും കഴിക്കണം. പക്ഷേ ഞാൻ ഫ്രീ ഫയറിൻ്റെ കൺട്രോളാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതേ ഗെയിം ഇത് കോപ്പിയാണ് കേട്ടോ. ഫ്രീ ഫയറിൻ്റെ തന്നെ സാധനം അത് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അത് തന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഗെയിമിൻ്റെ ലോബി കണ്ട് ഇതാണ്. പിന്നെ ഇതാണ് എൻ്റെ ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മാളിലോട്ടൊന്ന് നോക്കിയ ഞാൻ കാണിച്ചു തരാം വീട്ടിൽ എൻ്റെ മോനെ ഞാൻ മറ്റേ കണ്ടില്ലേ എൻ്റെ പേരിനായിരുന്നു AK-47 200 അവസാനായി ബൈ ഞാൻ ഇതിനകത്ത് ഷൂട്ടർ നിങ്ങൾക്ക് നിങ്ങൾ ഗണ്ണിൻ്റെ അകത്ത് എത്ര സ്ഥാനമാണോ നോക്കാൻ വേണ്ടി നിങ്ങൾ ഈ സാധനം എടുക്കണം. എന്തായാലും കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സാധനം ടോപ്പ് 1 എന്നിങ്ങനെ ഇരിക്കുന്ന കിരീടം കാണിച്ചിട്ട് ആ സാധനം എടുക്കണം നമുക്കിത് എടുത്തിട്ട് ഷൂട്ടർ ഉണ്ടല്ലോ ഇതേ പിടിച്ചേക്കണം ഇതേ പിടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റെ കൊണ്ട് വെക്ടറാണോ നോക്കുന്നത്. വെക്ടറായിട്ട് നമ്മളിങ്ങനെ അങ്ങ് താക്കണം അങ്ങനെ താത്ത് നോക്കുമ്പോൾ 16 സ്ഥാനം ഇതാരും ഇരിക്കുന്നത് ഞാൻ കണ്ട ഇത് ഞാൻ കണ്ട വെക്ടറിൻ്റെ അകത്ത് കേരളക്കകത്ത് ഞാൻ കണ്ട 16 സ്ഥാനം അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് തന്നെയാണ്. ഈ അടുത്ത് സ്കാർ എടുക്കാൻ പോകണേ. സ്കാർ നോക്കാം അതുകൊണ്ട് കിടക്കുന്നത് സ്കാറിൻ്റെ അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്കാറിൻ്റെ അകത്ത് 86 സ്ഥാനമായി ഇത് തീ ഗെയിം ആട്ടോ. എനിക്കൊന്നും പറയില്ല തീ സാധനം സ്കാർ കയറാൻ കുറച്ച് പാടാണ്. വന്നിട്ട് M400 തന്നെ എനിക്ക് സാധനം കേട്ടോ. കാരണം അത്ര പ്രോ പ്ലെയറല്ലേ M400. ഇതിൻ്റെ അകത്ത് മാക്സിമം 13,000 ഇതൊക്കെ പിടിക്കാൻ ഭയങ്കര പാടായി. ആ നമുക്ക് എന്താ ഇപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ എനിക്ക് എത്രത്തോളം ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ട് ഉണ്ട്. ഇതാണ് ടോംസ് ബോയ് ഈ അക്കൗണ്ടാണ്. അത്യാവശ്യം പ്രോ ഒക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ്. എൻ്റെ അത്യാവശ്യം എൻ്റെ എന്തൊരു ഗ്ലിച്ച് അടിച്ചിരിക്കുകയാണ് അവിടെ ഗണ്ണിൻ്റെ അവിടെ ഓക്കെ. നമുക്ക് എൻ്റെ ചേട്ടൻ ഈ കാണുക അതായത് എവണ്ടോട് പോലത്തെ കണ്ടിൻ്റെ അടുത്ത് എത്രയോ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കളി കളിക്കാമല്ലേ ഞാൻ ഈ ഗെയിം നിങ്ങൾ കാണിച്ചു തരാം എങ്ങനത്തെ സാധനം. ഫസ്റ്റ് നമുക്കൊരു ബാറ്റിൽ റോയൽ അങ്ങ് എടുക്കാം. ഇത് വരുമോയെന്ന് എനിക്കറിയില്ല. സ്റ്റാർട്ടാവുന്നെങ്കിൽ ഒരു തരി പോലും അറിയത്തില്ല. കാരണം ഈ ഒരു ഗെയിം സ്റ്റാർട്ടാവാൻ കുറേ നേരം എടുക്കും കേട്ടോ. നമ്മൾ ഫ്രീ ഫയറും പബ്ജിയും പോലത്തെ ഗെയിമില്ല. ഇത് സ്റ്റാർട്ടാവാൻ കുറേ നേരം എടുക്കും മാച്ച് എന്തൊരു ഗ്ലിച്ചോ ബഗ്ഗോ എന്തോ ആണ് കണ്ട. സോളോ ഇട്ടാൽ സ്റ്റാർട്ടാവത്തില്ല. സ്കോഡ് ഇട്ടാൽ മാത്രം വരും. ഒരു കാര്യം നമുക്കൊരു BR റാങ്ക് കളിക്കാം. അത് അതിൻ്റെ അകത്തേലും വരുവാണെങ്കിൽ കൊള്ളായിരുന്നെന്ന് ഞാൻ പറയുന്നുണ്ട്. വരണേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ട്. ഓക്കെ നിങ്ങൾ എന്തായാലും അന്നേരം ആ സമയം കൊണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണം എല്ലാം അടിച്ച് പൊട്ടിക്ക്. ഇത് സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ നോക്കപ്പോൾ എന്നെ ഉണ്ട്. ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസിനാണ് അല്ല ട്രെയിനിങ് ഗ്രൗണ്ട് കാണിക്കുക. ഷൂട്ടിംഗ് റേഞ്ച് ഇത് ട്രെയിനിങ് ഗ്രൗണ്ട് ഷൂട്ടിംഗ് റേഞ്ച് എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഞാൻ എന്തായാലും ട്രെയിനിങ് ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ കണ്ട സെറ്റ് ഗെയിമായി കണ്ട. നിങ്ങൾ ഗ്രാഫിക്സ് നോക്കിയാൽ മൊബൈലിൽ അത് കളിക്കുന്നത് പറയത്തില്ല കണ്ട. ഫ്രീ ഫയർ കോപ്പി സാധനം കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോഴേ മനസ്സിലായി. ഫ്രീ ഫയർ കോപ്പി സാധനം ഇത് OP സാധനം കേട്ടോ. കോപ്പിയാണ് രണ്ടെണ്ണം ഉണ്ട്. കോപ്പി ഓക്കെ മനസ്സിലായില്ലേ. ഇതാണ് നമ്മൾ ആ വിഷ്വൽ എന്നാൽ ഇപ്പോൾ റിലോഡ് ചെയ്യുമ്പോൾ കണ്ടാണ് ആ ഒരു സൗണ്ട് എഫക്റ്റും ഗ്രാഫിക്സ് ആ വിഷ്വൽസ് ഫിസിക്സ് എല്ലാം കിട്ടുകയാണ് സെറ്റ് സാധനം കേട്ടോ. ഇതിൻ്റെ ഇവിടെ എന്തുകൊണ്ട് കാണിക്കുന്നു മോഡിഫൈ കണ്ടു. ഇതെന്തരിപ്പം എന്തിനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ ഗെയിം പഠിച്ചു വരുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ എക്സിറ്റ് കൊടുക്കും. വേറൊരു മാച്ച് വരുമോ നോക്കാം പക്ഷെ ഞാനാണെങ്കിൽ നോക്കിയിട്ട് ഒറ്റ ഒരെണ്ണം പോലും വരുന്നില്ല. ഇപ്പോൾ സ്ക്വാഡ് ഫൈറ്റ് റാങ്കഡ് വേണ്ട റാങ്കഡ് എന്ത് ചെയ്യും.
അൺറാങ്ക്ഡ് ഗെയ്സ്. ഞാൻ അൺറാങ്ക്ഡ് എന്ന് പറയാൻ കുറച്ച് കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് അൺറാങ്ക്ഡ് എന്ന് പറയാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഗെയ്സ്. ഞാനില്ലേ അൺറാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഗെയ്സ് അൺറാങ്ക്ഡ് എന്നായിപ്പോൾ റാങ്ക്ഡ് ഇങ്ങനെയായിപ്പോവും ഗെയ്സ്. അതാണ് ഒന്നാമത്തെ കുഴപ്പം വന്നിട്ട്. ഓക്കെ, കുഴപ്പമല്ല കുഴപ്പം. ഓക്കെ, നമ്മുടെ മാച്ചിൻ്റെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സ്ക്വാഡ് ഫൈറ്റ്, ദാറ്റ് മീൻസ് ക്ലാഷ് സ്ക്വാഡ് ഗെയ്സ്. അതാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. കളി കണ്ട് സെറ്റ് ചെയ്യും ആട്ടോ നമ്മൾ പറയുന്നത്. അപ്പുറത്തെ പ്ലെയർ ഇപ്പം ഞാൻ സൂത്രം കാണിച്ചു. ഞാൻ പോട് വയസ്സ് തന്നെ തെന്നിപ്പോയി. അത് ഞാൻ തിരികെ പറയാം, സെറ്റ് തന്നെ. ഓ എടാ എല്ലാം പ്രോപ്പറാടാ. ഇതുണ്ട് AK RP ഇഞ്ച ഇവിടെ എന്താ ഏതോ ഒരു പ്രോപ്പർ ഉണ്ട്. നീ ഏതാ അടിച്ച് പൊട്ടിക്ക്. ഓക്കെ, നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഫസ്റ്റ് ഗൺ എടുക്കുക. ഇത് പക്ക കോപ്പിയാണ് ആ ഗെയിമിൻ്റെ കേട്ടോ. റിസൾട്ടുകൾ കണ്ടോ, 7 ബുള്ളറ്റ് തന്നെ ഇടാത്തുണ്ട് ഗീസ്. ഗീസ് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഫ്രീ ഫയറിന് ഗെയിം പ്ലേ ഇടും ഗീസ്. അല്ലെങ്കിൽ അത് പറ്റില്ലായിരിക്കും ഗീസ്. എനിക്ക് പറ്റത്തില്ലായിരിക്കും ഗീസ് ഗെയിം പ്ലേ ഫ്രീ ഫയർ ഗീസ്. കാരണം എൻ്റെ അമ്മേച്ചർ സമ്മതിക്കുന്നില്ല ഗീസ്. ഇതാണ് ഇമോട്ടൊക്കെ ഉണ്ട്. ഹായ് കണ്ട ഇമോട്ട് എൻ്റെ മോനെ. ഓക്കെ, നമുക്ക് എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. തോറ്റിട്ട് ഞാൻ ഇപ്പോൾ ചത്ത് വരാം ഗീസ്. എനിക്ക് ഗെയിം അത്രയ്ക്ക് കളിക്കാൻ അറിയത്തില്ല ഗീസ്. ഞാൻ പറഞ്ഞില്ലേ എടി ഇത് പാടാം. അപ്പുറത്ത് ഭയങ്കര പ്രോയായിസ്. അയ്യോ പെട്ട്. എന്താ അപ്പുറത്ത് ഭയങ്കര പ്രോയായി. അയ്യോ പെട്ട് കളി പോയി. എടാ ഹീലിയടാ കമാൻഡറാ. ഞങ്ങളുടെ കളിക്കാതെ കമാൻഡറാന്ന് തോന്നുന്നു. എടേ ഹീലിയുടെ കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടും ഇഷ്ടമില്ലാത്ത കണ്ട എന്നെ ഹീലിയേ. നമുക്ക് റിപ്പോർട്ട് കൊടുത്തതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കൊണ്ടക്കണം അവിടെ ഇന്ന് വെടിയൊക്കെ അല്ലുമ്പോൾ ഞങ്ങളെ ഹീലിയും തരില്ലേ കൊടുത്ത് അങ്ങനെ വേണ്ട. ഈ പെൺപിള്ളല്ല മറ്റേതല്ലേ മാറ്റി. എടാ ഇതെന്താ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. റൗണ്ട് ലോസ്റ്റ് പറഞ്ഞ ഈ ഗെയിം കളിക്കാൻ എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ. അത് നമ്മൾ എന്താ എനിക്കതില്ല പാടായി. അത് മതി. AK ഫുഡ്സ് പക്ക കോപ്പിയാണ്. ഈ സൗണ്ട് എനിക്ക് ഇഷ്ടം. നല്ല സൗണ്ട് കേൾക്കാൻ ടെക്ക് പഞ്ച്. ഓക്കെ ഒന്നുമില്ലേ ആ പിച്ചാത്തിനോടൊക്കെ അടിക്കാൻ സ്ക്രീൻ അനങ്ങുന്ന എല്ലാം ഉണ്ടെന്നുണ്ട് കേസ്. അതാണ് ഞാൻ പറയുന്നത്. ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും ഗീസ്. ഒരു പെയ്ഡും അല്ല ഒരു തേങ്ങയുടെ ഗീസ്. പക്ഷേ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ട്രിക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഗീസ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കൂടെ ഗെയിം കിട്ടത്തില്ല ഗീസ്. ആ ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് കമൻറ്റ് ഗീസ്. ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് കയറിയാൽ ഞാൻ അതുകൊണ്ട് ഇറങ്ങിയേക്കാം ഗീസ്. അയ്യോ ഇങ്ങോട്ട് പോകും ഗീസ്. ഇവിടെ ആരും ഉണ്ട്. ഞാൻ ചത്ത് കണ്ട ചത്ത്. ഇടുക എന്തിനടിയിടുക ഇവനൊക്കെ. ശേഷം മറ്റേ വരി കൂടെ കയറി പോകണം. എന്നെ നല്ലായിരുന്നേ. യെസ് കളി പൊട്ടി വെറുതെ ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല. എടാ എന്തിനടി ഇവനൊക്കെ എന്തിന് കാണിക്കുന്നത്. ശേഷം കമാൻഡറിന് ചത്ത് ബൈ. എടാ കളി പോയടാ. എല്ലാ എണ്ണം നോക്കാൻ തോന്നുന്നു. ഞാൻ പൊട്ട കാട്ടി നൂപേ ഉള്ളൂ. 0 ഡാമേജ്. എൻ്റെ ദൈവമേ 0. ലാസ്റ്റ് ഇപ്പം ഞാനല്ലേ കൊള്ളാം. സെക്കൻഡ് നിൽക്കുന്നു എൻ്റെ പൊന്ന. ഓക്കെ, ഈ ഒരു കളി ഫൈനലി പോയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ കളി പോകണമെങ്കിൽ എൻ്റെ കളിയാണ്. തോറ്റ് എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. കണ്ടോ അങ്ങനെ വേണ്ട. അവൻ നമുക്ക് AFK കൊടുക്കാൻ ഗൈസ്. ഒന്നും നോക്കണ്ട. AFK കൊടുത്തു. ഒന്നും ഇല്ല. AFK കൊടുത്തിട്ടില്ല മോനെ. നിൻ്റെ കഥയായിരുന്നു കണ്ടോ. അവനോട് ഒന്നും പറയുന്നില്ല ഗൈസ്. എടാ അതിപ്പോൾ എങ്ങനെ കൊടുക്കണം. നമുക്ക് കളി ചെയ്യുമ്പോൾ കൊടുക്കാം. അല്ലെങ്കിൽ അവനെ സ്പെക്റ്റേറ്റ് ചെയ്യുമ്പോഴും കൊടുക്കാം ബേസ് 2 രീതി നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊക്കെ രീതിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് റിപ്പോർട്ടുണ്ട് കേട്ടോ. റിപ്പോർട്ടുണ്ട്. ഞാൻ കാര്യം പറയാൻ പോകുന്നത് ഇവിടെ ആരുമില്ല. കുറച്ച് ഞാൻ ഇപ്പോൾ ചങ്ങ പിന്നെ എന്തിനോടോ ഇവൻ
എനിക്ക് മുകളിൽ വന്നടിക്കായിരിക്കും ചിലപ്പം കേസ്, പറയാൻ പറ്റത്തില്ല. മെഡന്തി ആ കയറി വന്നേ. എൻ്റെ മോനെ എന്നാലും എന്നെ പരിപാടി അടുത്ത കളി 1v4 അമൃത തോറ്റ് തുന്നം പാടി വെറുതെ നോക്കുന്നു പറ്റത്തില്ല. അവൻ അവിടെ കുടുങ്ങിപ്പോയി എൻ്റെ ആ വലയിൽ. കളി പൊട്ടിയ ഇതിലൊക്കെ എന്തിരി കളിയടേ, കളിക്ക് തോന്നി. എടാ അവനെ എനിക്ക് സ്പെക്റ്റേറ്റ് ചെയ്യണം നടന്നടാ. നോക്കുകയാണെങ്കിൽ അവന് റിപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്തൊരവസ്ഥയാണ് നോക്കുകയാണ്. എന്നെ ശരിക്കും അവനെ പറയണം അറിയത്തില്ല. ഇവൻ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പറ്റും റിപ്പോർട്ട് കൊടുക്കാൻ. ഓക്കെ, റൗണ്ട് 4 സ്റ്റാർട്ടായി. നമ്മൾ തോറ്റ് തന്നെ പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ 2 അനങ്ങുന്നില്ലേ? അവർക്ക് 2 അനങ്ങുന്നില്ല. ചുമ്മാ അതെന്തൊരു പണിയാണ്. എത്തിയിട്ടുണ്ട്. എനിക്ക് ഇതിന് കൺട്രോൾ എന്ന് പറയുന്ന സാധനമില്ല ശരിക്കും. നമ്പറിൽ എന്തിനാണോ കളി കുത്തി അവനെ കൊന്ന് അവനല്ല വേറെ എടുത്തിനാണ് പൊട്ടിയത്. അല്ലാതെ ഞാനല്ല, അവൻ എന്നെ സ്പെക്ടേറ്റ് അവനെ സ്പെക്ടേറ്റ് ചെയ്യാൻ അങ്ങനെ നമുക്ക് ഈ റിപ്പോർട്ട് കൊടുത്ത് അവനെ കാണിച്ച് കൊടുക്കാം. ഞാനൊന്നും പറയണോ അവനെ എനിക്ക് പറ്റി. ലാസ്റ്റ് നിൽക്കുന്നുണ്ട് AC. അയ്യോ ഫ്രണ്ട് റിക്വസ്റ്റ് വേണ്ട. അയ്യോ AFK കൊടുത്തു. അത്ര കാര്യം. പക്ഷെ മറ്റവർക്കാണ് ചീറ്റി കൊടുക്കുകയാണെങ്കിൽ കാരണം ഒന്നുമായിട്ട് തന്നെ ഹീലൊന്നും പ്രസാനം ചെയ്യില്ലേ. നമുക്കിപ്പോൾ എന്നെ കളിക്കണം. ബിയർ ഒന്നും കൂടെ വരും നോക്കാം. അതായിട്ട് നമ്മൾ നിർത്തുക. ഇത് വരുത്തൂരുമില്ല. എന്തിനാണോ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഫീഡ്ബാക്ക് ഓഫ് റിപ്പോർട്ട്. Dear viewers, we received your report against Hiroki 18 and will process it as soon as possible. Thank you for your patience. ഓക്കെ, താങ്ക് യു. നമ്മളെ മതി. ഓക്കെ, നമുക്കിനിപ്പോൾ പരിപാടി സ്റ്റാർട്ടാണല്ലോ. സോറി, കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ഇടണമെങ്കിൽ കണ്ട ഞാൻ പറഞ്ഞപ്പോൾ സ്റ്റാർട്ടായി കണ്ട. അത് നല്ല ഞാൻ പറയാം. അടുത്ത പ്രശ്നം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരിതാണ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ അങ്ങോട്ട് ഇതാണ് ഡേയ്സ് കണ്ടത്. M4 ആണ് M4 തന്നെ ഉത്തരം കളിക്കാൻ എന്തിരി കാണിക്കുന്നത്. കൈ പിടിക്കുക ഒരു കണ്ണൂരില്ല എനിക്ക് ഏതായി നന്നായിട്ട് പിടിപ്പിടിക്കണം. ഇപ്പോൾ കാണിച്ചത് മറ്റേ ഡാമ് കയറുന്നുണ്ട്. അങ്ങനെ തന്നെയിട്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ടവിടെ ടൈം ഇപ്പോൾ 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടാകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തായാലും നെറ്റ് ചാൻസ് ഇല്ല കാരണം ഒരു വൈഫൈ കണക്ട് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ പയ്യനോടൊന്ന് നിൽക്കുന്നുണ്ട്. സെറ്റ് എന്നെ വിഷ്വലൊക്കെയാണ്. എൻ്റെ പൊന്നോ, PUBG പോലെ തന്നെയുണ്ട്. അല്ല, ഞാനൊന്നും പറഞ്ഞു ഫ്രീ ഫയർ പോലെ തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് ഈ കുഞ്ഞു ഗ്രാമത്തിലോട്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല കേസ്. അല്ലെങ്കിൽ നമ്മൾ പണി തരാൻ ചാൻസ് ഉണ്ട് കേസ്. ആ പ്രിസം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമില്ല. ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ പറയാനില്ല. ഇവിടെ നിന്ന് ആരും ഇറങ്ങുന്നില്ല കേസ്. കുഞ്ഞു സ്ഥലം ഇവിടേക്ക് ഇവിടെ നിന്ന് ആരും ഇറങ്ങാൻ പോകില്ല. ഇവിടെ കാരണം കുറച്ച് വീടൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇവിടെ ഇറങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങും. ഫസ്റ്റ് ആണ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് M4 ആണ് എൻ്റെ അടിയോ. എന്റെയോ അടുത്ത് ഒന്ന് നോക്കണം. ഇവിടുത്തെ ആമ എടുത്താൽ ഇഷ്ടമല്ലേ.
അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം നമുക്ക് പൈസ എണ്ണ 8000 രൂപ ആ ഗോൾഡിന് പക്ക വില കേട്ടോ. ഇവിടെ സ്റ്റോറുണ്ട് ഗൈസ്, നമുക്കിവിടെ പോയിട്ട് എന്തെങ്കിലും മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ ഗൈസ് ആമോ കാണത്തില്ല ഗൈസ്, ആമോ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആമോ ഗൈസ് നമ്മൾ പല മാറ്റോ അല്ലെങ്കിൽ എൻ്റെ തീരെ കൂടുതൽ ഇവിടെ എടുത്തുണ്ടായിരുന്നു ഗൈസ്, അതിനെ കാണുന്നില്ലല്ലോ. ചാവല്ലേ അതുപോലെ തീ വന്നു ഗൈസ്. ഓക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പം ആരോടെ പാരൂടില്ലേ നമുക്ക് വേണം ഇപ്പം താരോട്ട് ഇതാണ്. ഓക്കെ നമുക്കൊരു ഗണ്ണ് വേണം ഗീസ്. ഒരു ഗണ്ണ് M4 ആണല്ലേ എൻ്റെ M4 ആണ് ഉണ്ടേ. രണ്ട് ഒരേ ഗണ്ണിപ്പോൾ എൻ്റെ ഉണ്ട് ഗീസ്. ഈ മാച്ചിൻ്റെ ഫുൾ വീഡിയോ മിക്കവാറും കാണത്തില്ല ഗീസ്, കാണാൻ ചാൻസ് നമുക്ക് 10,000 രൂപ ഡ്രസ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ പോയിട്ട് ഒരു കാറങ്ങ് മേടിക്കാം ഗീസ്. എത്തത്തില്ല ഇപ്പം ഞാൻ തെന്നിപ്പോയി. എല്ലാം ജയിച്ച കുണ്ടിക്കാണ്. എൻ്റെ മോനെ ഇവരുടെ കളിയുടെ സോനെ അടിച്ചുണ്ടാവും ഒറ്റയടി കീറി. ഏതൊരു P90 ഇതേത് കാണാം. ഞാൻ പറഞ്ഞില്ലേ P90 തന്നെ കാണിച്ചോണ്ട് ഞാൻ ഇവിടെ ആയിട്ട് എത്തട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ കാണിക്കുന്നില്ലല്ലോ. ലൂട്ട് ബോക്സ് പോവും. എൻ്റെ ലൂട്ട് കാണുന്നില്ലടാ, അതാണ്ടാ കാണിക്കുന്നത്. അങ്ങോട്ടായിരുന്നു ഇറങ്ങണ്ട. ചമ്മീസ് നമുക്കതൊക്കെ കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകാൻ എൻ്റെ ലൂട്ട് ഇട്ടത് ലൈസിന്. ഓക്കെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പരിപാടി ഇവിടെ നിന്ന് ലൂട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പോകണം ഗീസ്. അങ്ങനെ കൊല്ലം പറ്റുമെങ്കിൽ കൊല്ലം നോക്കാം, അല്ലെങ്കിൽ ഇനി വരത്തില്ലേ. പക്ഷേ സ്കോൾഡ് ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത് ഒറ്റയടിക്ക് 10,000 രൂപ കിട്ടി. അല്ല 8,000 രൂപ കിട്ടും. വെക്ടറിലെത്തി എടാ അടിക്കാതെടാ. ചത്ത് ഭാഗ്യം എൻ്റെ മോനെ ഈ കണ്ണ് തീ സാധനം കേട്ടാ. അയ്യോ തീർന്നേ സോണ് ഈശോയെ പെട്ട്. പെട്രാ ഓടിക്കൂടാ. സോണം വരുന്നുണ്ടെന്നാണ് ഈ സൈറ്റിങ്. അതുവരെ ഇവിടെ നോക്കണ്ട. ഇപ്പം മറ്റേതിനെക്കാട്ടും നല്ല കണ്ടിട്ടുണ്ട്. ഓക്കെ നമുക്കിവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം കേസ്. എൻ്റെ ചേട്ടൻ വന്നിട്ട് M4 എത്ര സ്ഥാനമാണ്? 83 സ്ഥാനം കൊണ്ടാണ് എൻ്റെ ചേട്ടൻ M4 വണ്ടി വന്നിട്ട്. ഓക്കെ നമുക്ക് ഈ കളി ഫുള്ള് എടുക്കത്തില്ല ഗീസ്, കാരണം ഇപ്പം തന്നെ 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു ഗ്രാമത്തിൽ എങ്ങാണ്ട് എത്തിയിട്ടുണ്ട് ഗീസ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം എങ്ങോട്ട് പോകണം ഗീസ്? ഇവിടെ ആരെയും കാണുന്നില്ല ഗീസ്, ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല ഗീസ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടുന്ന് നിർത്തിയാലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇനിയിപ്പം സമയം തീർന്ന 18 ഇപ്പോൾ 20 മിനിറ്റ് ആയി. അത്രയും വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു കഴിവ് നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് ഇവിടുന്ന് തന്നെ അങ്ങ് നിർത്താം. ഹലോ നമുക്ക് വീഡിയോ വെച്ച് ഇവിടെ നിർത്താനാണ് വിചാരിക്കുന്നത്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവർക്കും ബൈ ഗൈസ്.